നമസ്കാരം. മകളെ സൈനിക് സ്കൂളിന്റെ കോച്ചിങ്ങിന് വിടാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി പല കാര്യങ്ങളിലും കുട്ടികൾക്കില്ല. അത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഇത് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് മുകളിലേക്ക് പോകണ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പല സമയത്തും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് പിൻവലിഞ്ഞ് വരുന്ന ഒരു ഇത്. അത് സൈനികിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും ആ ക്വാളിറ്റി കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അവർപ്പോഴാണ് നിതസ് അക്കാദമി ഇവിടെ വേദവ്യാസയിൽ കോച്ചിങ് കൊടുക്കാനുള്ള തീരുമാനം എടുത്തു. ആദ്യം ഈ പറഞ്ഞ ആഴ്ചയിലുള്ള 2 ദിവസങ്ങൾ ഉള്ള ഹോളിഡേയ്സ് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ക്ലാസ്സിൽ പോകാന്നുള്ളൊരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ 2 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റോടു കൂടിയാണ് പറഞ്ഞത്. ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സുകളാണ്. അവർ ആ ഇൻട്രസ്റ്റോടുകൂടി തന്നെ ഏകദേശം ഒരു 6 മാസം കണ്ടിന്യൂസ് ഈ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് അവരും തയ്യാറായി. പിന്നെ മൊത്തത്തിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പഴയതിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആളുടെ ആറ്റിറ്റ്യൂഡിലും കാര്യങ്ങളിലും എല്ലാത്തിലും. ഇപ്പം ലാസ്റ്റ് ടേം എക്സാമിൻ്റെ സമയത്താണ് എനിക്ക് തോന്നുന്നത് കോച്ചിങ് ക്ലാസ് കൂടുതലുണ്ടായിരുന്നു. ആ സമയത്തും പക്ഷേ ടേം എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ടേം എക്സാമിൻ്റെ സമയത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും നല്ലൊരു മാർക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 3rd പൊസിഷനിൽ എന്തോ ആയിരുന്നു ക്ലാസ്സിൽ. അത് ആ അറ്റൻഡ് ചെയ്ത ക്ലാസ്സിൽ വെറുതെ പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് പോലും അത് നിതസ് അക്കാദമിയുടെ ആ ഒരു കോച്ചിങ്ങിൻ്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്നു.